ഇന്നത്തെ ഉപ്പേരിക്ക് നമുക്ക് കുറച്ച് പയർ പറിച്ചെടുക്കാം. എപ്പോഴും നമ്മൾ പച്ചപ്പയറൊക്കെ അല്ലേ കാണിക്കല്, ഇന്നൊരു വെറൈറ്റി പയറായിട്ട് നമ്മൾ കാണിച്ചു തരുന്നത്. ഇതാ നോക്ക്, നല്ല വയലറ്റ് പയർ. ഇഷ്ടം പോലെ വയലറ്റ് പയർ കായ്ച്ചിട്ടുണ്ട്. നല്ലൊരു ഭംഗിയാണ് ഈ പയർ കാണാൻ കേട്ടോ. നമ്മൾ പടർത്തിയിട്ടുള്ളത് നമ്മുടെ കോവലൊക്കെ പടർന്നതിന്റെ ആ നെറ്റിന്റെ മുകളിൽ ഒരു സൈഡിലായിട്ട് 3-4 ചോടുമ്പോൾ നട്ടു കൊടുത്താണ്. പക്ഷെ നല്ലതാ, അടിപൊളിയായിട്ട് തന്നെ പയർ കായ്ച്ചിട്ടുണ്ട്. നമുക്ക് ആയതൊക്കെ നോക്കിയിട്ട് ഇനി അങ്ങനെ പറിച്ചെടുക്കാം. 2 ദിവസം മുന്നേക്ക് നമ്മൾ ഇതിൽ നിന്ന് പയർ പറിച്ചു. അപ്പോൾ വീണ്ടും കറക്റ്റ് ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു പാകത്തിലാണ് പയർ പറിച്ചെടുക്കേണ്ടത്. അധികം മൂപ്പൊന്നുമില്ലാതെ ഈ ഒരു ഇതിൽ പറിച്ച നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഉപ്പേരിയൊക്കെ വെച്ചാൽ. ഇതിന്റെ വിത്ത് നമ്മളിന്ന് പോയിരുന്നു കേട്ടോ. കുറെ മുന്നേ നമ്മൾ വയലറ്റ് പയർ ചെയ്തത്, അതിന്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ ചെയ്ത്. പിന്നെ വിത്ത് നമ്മളിരുന്ന് മിസ്സായിപ്പോയി. വിത്ത് മിസ്സായി തന്നെ വിത്ത് നട്ടത് മുളച്ചില്ല. പിന്നെ ഉമ്മ എവിടുന്നോ കൊടുത്തിട്ട് വീണ്ടും വിത്ത് സെറ്റാക്കി എടുത്താണ്. ഈ പയറിന്റെ ഇനത്തിന്റെ പേര് പറയുകയാണെങ്കിൽ വൈജയന്തി എന്നാണ് പറയുന്നത്. നമ്മളധികം ചിലർ പറയും കറുപ്പ് പയർ എന്ന്, നമ്മളധികം പറയുന്നത് വയലറ്റ് പയർ എന്നാണ്. ഉപ്പേരി വെച്ചാലും നല്ല ടേസ്റ്റാണ്. പിന്നെ മെയിനായിട്ട് ഇതിന്റെ ഭംഗിയാണ്. ഇതിങ്ങനെ കായ്ച്ച് നിൽക്കുന്ന കാണാനും നല്ലൊരു രസമാണ്. കണ്ടില്ല, ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ നല്ല കറക്റ്റ് ആയ പയർ. നമുക്ക് അത്യാവശ്യത്തിന് നീട്ടുണ്ട് കേട്ടോ. മീറ്റർ പയറിന്റെ അത്രയൊന്നും ഇല്ലെങ്കിലും എന്നാലും നല്ല ചെറുതായിട്ടുള്ള പയറൊന്നുമില്ല, അത്യാവശ്യത്തിന് വലുപ്പത്തിനുള്ള പയർ തന്നെയാണ്. ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെയാണ്. ഇത് കായ്ക്കും, ഇങ്ങനെ കൂടുതൽ കായ്ക്കും. പിന്നെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാലും 1-2 അങ്ങനെ വീണ്ടും പയർ ഇങ്ങനെ പറിച്ചെടുക്കാനുണ്ടാവും കേട്ടോ. മറ്റേ ഹൈബ്രിഡ് പയറൊക്കെ നമുക്ക് ഒരു 2-3 വട്ടമൊക്കെ വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പയർ കുറയും. ഇത് കുറച്ച് കൂടുതൽ കാലം നീണ്ടു നിൽക്കും ഇതിന്റെ വിളവെടുപ്പൊക്കെ. കണ്ടില്ല, ഇഷ്ടം പോലെ പൂക്കള്. അപ്പോൾ ഒരു സെറ്റ് നമ്മൾ വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്കും അടുത്തത് അങ്ങനെ പൂക്കളുണ്ട്. പിന്നെ കണ്ടില്ല, ചെറിയ പയർ തന്നെ ഇഷ്ടം പോലെ കാണാം. ഇവിടെയൊക്കെ കുറേ ചെറിയ പയറുണ്ട്. ഇനി നമുക്ക് ക്യാബേജും കോളിഫ്ലവറൊക്കെ കഴിഞ്ഞ സ്ഥലത്ത് അടുത്ത് നമ്മൾ ചെയ്യുന്ന കൃഷി പയർ കൃഷിയാണ്. നമുക്ക് ഇതിന്റെ വിത്തൊക്കെ എടുത്തു വെച്ചിട്ട് കുറച്ച് കൂടുതൽ ഇതും കൂടെ ചെയ്യണം. അപ്പം അടുത്ത റൗണ്ടിൽ നമ്മളിനി അധികം പറിക്കാതെ വിത്തിനായിട്ട് മാറ്റി വെക്കണം. നമുക്ക് കുറച്ച് സ്ഥലത്തൊക്കെ ഈ പയർ നട്ടു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്ന കൃഷി ബീൻസ്, പയർ, വഴുതന, തക്കാളി, ആ ഐറ്റമൊക്കെയാണ്. നമ്മൾ ഇനിയിപ്പോൾ ശീതകാല പച്ചക്കറികൾ ഏകദേശം ഉള്ളത് അവസാനിച്ചു. ഇപ്പോൾ വിളവെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ഐറ്റം പയറാണ്. അപ്പോൾ വിഷു ഒക്കെ അടുപ്പിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ പയറിന് വില വരുന്നൊക്കെ സമയമാണ്. ഇത് പിന്നെ നമ്മൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടി ചെയ്തല്ല, നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉമ്മ പച്ചപ്പയർ അവിടെ നട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതിൻ്റെ വിത്ത് കിട്ടിയപ്പോൾ ഇതും കൂടെ നട്ടതാണ്. ഇന്നത്തെ ആവശ്യത്തിന് ഇതാ ഇത്രയും വയലറ്റ് പയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വന്ന സ്ഥിതിക്ക് ഇതാ നമ്മളെ പച്ചപ്പയറിൽ ലാസ്റ്റ് വിളവെടുപ്പാണ്. ഇവിടെയൊക്കെ കുറച്ചിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് പറിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിന് പച്ചപ്പയർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ വയലറ്റ് പയർ ആയി കിട്ടി. ഇതുപോലെ 1-2 ചോട് നട്ടാൽ മതി. നമ്മളെ വീട്ടാവശ്യത്തിന് പയർ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളവെടുത്തോണ്ടേ നിൽക്കാം.